ഞങ്ങൾ എന്തിനു വേദങ്ങളെ പറ്റി ഒരു കാബാലികളിൽ നിന്നും പഠിക്കണം? ഒരു നിർലജ്ജിതനായവൻ, ഇന്നോളം ഇത്തരം കാര്യങ്ങളിൽ ആരുടെയും ശിക്ഷണം സ്വീകരിക്കാത്തവൻ, ഇയാൾ എങ്ങനെയാണ് ആദരണീയനാവുക? ഭൂതപ്രേത അഘോരികളോടൊപ്പം സദാ ചലിക്കുന്നവനല്ലേ? മഹാജ്ഞാനിയെ പോലെയല്ലേ അഭിനയിക്കുന്നത്? യസ്യനീം സ്വസിതം വേദ യോ വേദേഭ്യോ അഖിലം ജഗത് നിർമ്മമേ തമഹം വന്ദേ വിദ്യാതീർത്ഥം മഹേശ്വരം. ആരാണോ തന്റെ നിശ്വാസത്തിലൂടെ വേദങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിലൂടെയാണോ സമ്പൂർണ്ണ ജഗത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ സമസ്ത ജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ആ മഹേശ്വരനെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞങ്ങളോട് ക്ഷമിച്ചാലും പ്രഭു, ഞങ്ങൾക്ക് വളരെ വലിയ തെറ്റ് പറ്റിപ്പോയി. അങ്ങ് ദക്ഷിണ ദിശയിൽ അമർന്ന് ഞങ്ങൾക്ക് ജ്ഞാനം പകർന്നു. ഇന്നു മുതൽ ഞങ്ങൾ അങ്ങയെ ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിൽ പൂജ ചെയ്തുകൊണ്ടേയിരിക്കും.